ഹായ്. വെങ്കട് പ്രഭുവിൻ്റെ ഒരു മൾട്ടി യൂണിവേഴ്സ് ആ മൂഡിലാണ് നമ്മുടെ സ്വന്തം ഗോട്ട് കാണാൻ വേണ്ടി രാവിലെ പോയത്. വിജയണ്ണൻ ആൻറ്റി ഏജിങ് പരിപാടിയിലൊക്കെ വന്നിട്ട് പലതരത്തിൽ പല രീതിയിൽ വിജയണ്ണനെ കാണാം എന്നുള്ളൊരു മൂഡിലൊക്കെ 68ാമത്തെ അല്ലെങ്കിൽ അവസാനത്തെ ഇനി രാഷ്ട്രീയത്തിലേക്ക് കടക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിയുടെ പ്രസ്താവന വരുന്നു. ഇതിൻ്റെ ഇടയിൽ ഷൂട്ടിൻ്റെ ഇടയിലാണ് പുള്ളി അങ്ങനെ ഒരു പ്രസ്താവന ഇറങ്ങുന്നത്. അവസാനത്തെ സിനിമയാണെന്ന് പറയുന്നു. അപ്പോൾ ഉറപ്പായിട്ടും ഗോട്ട് കാണുക എന്നുള്ളത് അങ്ങനെ വന്നൊരാഗ്രഹമാണ്. ഗോട്ട് നിർബന്ധമായിട്ടും കാണണം എന്നുള്ളത്. അങ്ങനെയാണ് രാവിലെ പോയത്. സിനിമ 3 മണിക്കൂർ സിനിമ ഇരുന്ന് കണ്ടു. എന്താ തോന്നിയെന്ന് വെച്ചാൽ എനിക്ക് കുറേ വിജയ് ഫാൻസ് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു മൂഡ് എന്താണെന്ന് ഞാൻ ആദ്യം നോക്കി. ഇവരൊക്കെ എന്താ പറയണ്ടേന്ന് അറിയാത്തൊരവസ്ഥയിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ ഞാൻ വിജയണ്ണന് വലിയ ഫാനൊന്നുമല്ല, സിനിമകൾ കാണും, ഇഷ്ടമാണ്, അങ്ങനെ ഒരു മൂഡിൽ പോകുന്ന ഒരാളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് സിനിമ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഈ കൂടുതൽ എക്സ്പെക്റ്റേഷൻ ഇല്ലാത്തതുകൊണ്ടായിരിക്കും നോർമലായിട്ട് കണ്ടിട്ട് വരാം. പക്ഷെ സിനിമയുടെ കഥ എനിക്കൊരു ആദ്യ 15 മിനിറ്റ് അരമണിക്കൂറൊക്കെ ആകുമ്പോഴേക്ക് ഹാഫ് ടൈം ആകുമ്പോഴേക്ക് കംപ്ലീറ്റ് കഥ എന്താണെന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്നൊരു സിനിമ. കഥയും തിരക്കഥയൊന്നും അതിൻ്റെ ഭയങ്കര സ്ട്രോങ് കഥയാണ് അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമ്മൾ കണ്ട് ശീലിച്ച കഥ തന്നെ വിജയണ്ണൻ്റെ കുറേ മാസ് കാണിക്കണം, പരിപാടി കാണിക്കണം, ആ മൂഡിൽ പോകുന്നൊരു സിനിമയാണ്. പക്ഷേ വിജയുടെ ഏറ്റവും ഫാനായവർക്ക് ഒരു 15 മിനിറ്റ് ആകുമ്പോഴേക്ക് സിനിമയുടെ കഥ അവർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവർ പിന്നെ പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെ BGM ആയിരിക്കും, ഇതിൻ്റെ മാസ് അടികളായിരിക്കും, അല്ലെങ്കിൽ എന്താ വിജയണ്ണൻ തരാൻ പോകുന്ന കുറേ സാധനങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തിട്ട് നിൽക്കുന്നുണ്ടാവും ഇവർ. അപ്പോൾ അവർക്ക് പക്ഷേ അത്ര ഇത് കിട്ടിയോയെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് അതിൻ്റെ ഉത്തരം. അപ്പോൾ ഫാൻസിന് വേണ്ട ഓവർ ഫൈറ്റുകളോ പിന്നെ ഈ ക്യാരക്ടർ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്ന മാസ് സീനുകളോ ഇതൊന്നും ഇല്ലാതെ ഒരു നോർമലായിട്ട് പോകുന്ന, അല്ലെങ്കിൽ അവസാനത്തെ പടത്തിൽ അടിപൊളിയായിട്ട് ചെയ്തു വെക്കണം, അതിഭീകരമായി ചെയ്തു വെക്കണം എന്നൊക്കെ പറയുന്നതിനെ അസ്ഥാനത്താക്കിക്കൊണ്ട് ഒരു നോർമൽ സിനിമ, വലിയ പ്രതീക്ഷകളൊന്നും ഇല്ലാതെ പോകുന്നവർക്ക് കണ്ടിരിക്കാവുന്ന ഒരു സിനിമ. ഇതാണ് ഗോട്ടിൻ്റെ ഒരു ബേസിക് ആയിട്ട് പറയാനുള്ളത്. ഇതിൽ പാട്ടുകളെ കുറിച്ചിട്ട് നമുക്ക് ആദ്യം വരാം. ഒരു 7 പാട്ടുകളൊക്കെ ഉണ്ട്. നമ്മൾ വിജയൻ്റെ കുറേ സ്റ്റെപ്സൊക്കെ കണ്ടിട്ടുണ്ട്, മാസാണ്, പൊളിയാണ്. പക്ഷേ ഈ ആൻറ്റി ഏജിങ് ചെയ്തിട്ടുള്ള വിജയ് ഈ ഒരു സ്റ്റെപ്സിലേക്കും ഇതിലേക്കൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം, ചിലതൊക്കെ പക്ക നമുക്ക് AI ക്രിയേറ്റഡ് അല്ല, ചെറിയ വിജയനെ കാണിക്കുന്നുണ്ട്, അതിലൊരു AI ക്രിയേറ്റഡ് സാധനമായിട്ടൊക്കെയാണ്. അത് നമുക്ക് ഭയങ്കര ആർട്ടിഫിഷ്യൽ ഫീൽ ഉണ്ട്. പിന്നെ ബാക്കിയുള്ള സോങ്സിൽ തൃഷ വരുന്നുണ്ട്. തൃഷ ഒരു ഐറ്റം ഡാൻസിലേക്ക് വരുന്നുണ്ട്. പക്ഷേ തൃഷക്ക് അത്ര സ്യൂട്ടല്ല എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ തൃഷ എൻ്റെ മനസ്സിലുള്ള ക്യാരക്ടർ വൈസ് ആയിരിക്കും. അവർക്ക് ചേരുന്ന ചില ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ ഇതിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അടിപൊളി സാധനമൊക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യും. പക്ഷെ അത്രയൊന്നും വന്നിട്ടില്ല. അങ്ങനെ കുറച്ച് പാട്ടുകൾ പോയിട്ടുണ്ട്. തിരക്കഥനെ പറ്റി പറഞ്ഞു, പാട്ടുകളെ പറ്റി പറഞ്ഞു. പിന്നെ വരുന്നതിൽ ഫൈറ്റ് സീൻസ് ആണ്. അതായത് ഒരു ക്യാരക്ടർ ബിൽഡ് ചെയ്തെടുക്കാനുണ്ടാവുന്ന സമയത്ത് ഒരു അതിഭീകര ഫൈറ്റ് സീൻസ് ഉണ്ടാവണം. അല്ലെങ്കിൽ വിജയിയുടെ ഒരു മാസ് പടമൊക്കെ നമ്മൾ അങ്ങനെയാണ് എക്സ്പെക്ട് ചെയ്യുക. അപ്പം അങ്ങനെ വലിയ മാസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ തുടക്കത്തിലുണ്ട് കേട്ടോ. തുടക്കത്തിൽ ഒരു 10-15 മിനിറ്റ് വളരെ നൈസായിട്ട്, ഒരു 10 മിനിറ്റൊക്കെ വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോയി പ്രേക്ഷകർക്ക് കൂവി വിളിക്കാനുള്ളതുണ്ടായിരുന്നു. ഒരുപാട് ഫാൻസിനെ കൈയടിപ്പിച്ച് കൂവി വിളിച്ച് സന്തോഷിപ്പിക്കുന്ന തുടക്കം തന്നെയായിരുന്നു. പിന്നീട് അങ്ങോട്ട് പോകുന്തോറും കഥ ഭയങ്കര സ്ലോ ആയി വന്നു. അതിനനുസരിച്ച് BGM സ്ലോ ആയി വന്നു, മ്യൂസിക് സ്ലോ ആയി വന്നു. പിന്നെ ഒന്നും അങ്ങോട്ട് കുറച്ച് ലാഗ് അടിക്കാൻ തുടങ്ങി. ബാക്കി അതേ വിജയുടെ ബാക്കി ഈ വിജയ് ചെറിയ വിജയനൊക്കെ കാണിക്കുമ്പോഴും അതിൽ വലിയ ബിൽഡപ്പ് ഒന്നുമില്ല. ഇങ്ങനെ പറഞ്ഞു പോകുന്നു, അവർ വരുന്നു, റെഡി ഉണ്ടാക്കുന്നു, നമുക്ക് പ്രതീക്ഷിക്കാം ഇതാണ് കഥ, ഇതാണ് അവനെ കൊല്ലും, ഇവൻ അവനെ ചാവും, അങ്ങനെ ആ ഒരു മൂഡിൽ നമ്മൾ വളരെ പ്രതീക്ഷിച്ചു പോകുന്ന, അപ്പം നമുക്ക് പ്രതീക്ഷിക്കുന്ന കഥയല്ലാത്തത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ BGMഉം ഫൈറ്റൊക്കെ ആയിരിക്കും. അതിലും നോർമലാണ്. ആ ഗോട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വലിയ പ്രതീക്ഷകളോടെ പോകുന്നവർക്ക്, അതായത് ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ഫാൻസിന് ഇത് ഭയങ്കര വിഷമമുള്ളതും ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ പോകുന്നവർക്ക് കണ്ടിരിക്കാവുന്നതുമായ ഒരു സിനിമ. ഇങ്ങനെ നമുക്ക് ചെറുതായിട്ട് ഗോട്ടിനെ നറേറ്റ് ചെയ്യാം. തന്നിട്ടുള്ള പോലെ വെങ്കട് പ്രഭുവിൻ്റെ ഒക്കെ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഇത് നിങ്ങൾക്കൊരിക്കലും ഊഹിക്കാൻ പറ്റാത്ത തിരക്കഥ, മൾട്ടിവേഴ്സ് മൂഡ് എന്നൊക്കെ പറയുമ്പോൾ വൻ പ്രതീക്ഷ വന്നിട്ടുണ്ട്. വൻ പ്രതീക്ഷ ശരിക്കും. മിനിഞ്ഞാന്ന് തന്നെ ഒരു 6 ലക്ഷം ടിക്കറ്റുകൾ വിറ്റുപോയി എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പം
6 ലക്ഷത്തിലധികം അത്രയും ആൾക്കാർ തിയേറ്ററിൽ നല്ല ആളുണ്ടായിരുന്നു. രാവിലെ ഒരു തേഴ്സ്ഡേ മോർണിംഗ് ഒക്കെ നടക്കുന്ന ഷോയിൽ ഉണ്ടാവുന്ന ആളുകളെക്കാളും ആളുകളായിരുന്നു ഇന്ന് രാവിലെ ഉണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് സീറ്റ്സ് കംപ്ലീറ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ടിക്കറ്റ് വിറ്റുപോയ വെങ്കട് പ്രഭുവിൻ്റെ ഹൈപ്പിൽ തന്നെയാണെന്ന് തോന്നുന്നു എനിക്ക് വിജയിൻ്റെ അവസാന പടം, വിജയ് ഫാൻസ്, വെങ്കട് പ്രഭുവിൻ്റെ ഹൈപ്പ്, ഇതൊക്കെ തന്നെയായിരിക്കും ആളുകൾ തിയേറ്ററിലേക്ക് എത്തിച്ചിട്ടുണ്ടാവുക. പക്ഷെ അതിന് മാത്രം ഒരു ഔട്ട് കൊടുത്തു എന്നതിന് ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഒരുപാട് സമയമുള്ള ആൾക്കാരൊക്കെ അല്ലെങ്കിൽ ഒരു സിനിമ കാണാം, വിജയിൻ്റെ അവസാന പടമാണ് എന്നൊക്കെ ഉള്ളൊരു മൂഡിൽ പോയിട്ട് ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു സിനിമ എല്ലാവർക്കും തിയേറ്ററിൽ പോയിരുന്ന് കാണാം. വലിയ ഫൈറ്റൊക്കെ അല്ലെങ്കിൽ ഫാൻസിനൊക്കെ നന്നായിട്ട് നിരാശപ്പെടുത്തുന്ന എൻ്റെ ഒരു സുഹൃത്ത് കുറച്ച് നേരത്തെ മെസ്സേജ് അയച്ചുള്ളൂ, അഡവടലം 3G എന്നാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് അതായിരിക്കും ഭയങ്കര ഇമോഷണലായിട്ട് കാണുന്നവർക്ക് ഭയങ്കര നെഗറ്റീവ് അടിക്കാവുന്ന, ശവപ്പെട്ടിയിൽ ആണി അടിക്കുന്നൊക്കെയാണ് അവൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രതീക്ഷിച്ച് പോകുന്നവർക്ക് ഭയങ്കര വിഷമം തരുന്നു. എന്നാലും ഒരു ആവറേജ് പടമാണ്, എല്ലാവർക്കും കാണാവുന്ന ഒരു വീക്കെൻഡൊക്കെ സമാധാനപരമായിട്ട്, അല്ലെങ്കിൽ സമാധാനപരം എന്ന് പറയാം. എന്താ വെച്ചാൽ മാസ് പടം കാണുക എന്ന് വെച്ചാൽ വലിയ സംഭവമല്ല, അല്ലെങ്കിൽ ഇതിൽ വലിയ സംഭവമില്ല എന്ന് തന്നെ പറയുന്നതുകൊണ്ട് തന്നെ അങ്ങനെ പറയാം. പിന്നെ ഓവറോള് നന്നായിരുന്നു. എല്ലാവരും, സ്നേഹയായാലും മകളായിട്ട് അഭിനയിച്ച ആ പെൺകുട്ടിയായാലും ബാക്കിയുള്ളവർ എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ക്യാരക്ടേഴ്സൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷെ ഇതാണ് ഇതിൻ്റെ ഒരു ബേസ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയിരുന്ന സിനിമ കാണുക. കൂടുതൽ സിനിമാ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണുന്നവരെ